ഹലോ അമീഗോസ്, വെൽക്കം ബാക്ക് ടു പോയാലോ അമീഗോസ്. നമ്മുടെ ഈ ക്രൂസ് യാത്രയുടെ ഏറ്റവും സന്തോഷമുള്ള പക്ഷെ കുറച്ച് സങ്കടവുമുള്ള ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് എപ്പിസോഡ് 4. കഴിഞ്ഞ ദിവസത്തെ സ്കാർലറ്റ് നൈറ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ലേറ്റായി. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും കുറച്ച് വൈകിപ്പോയി. ഈ ഷിപ്പിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിലെ ഈ ചെറിയ കൺട്രോൾ ഡിവൈസ് ആണ്. ഇത് നമ്മൾ ഒന്ന് ഞെക്കിയാൽ മാത്രം മതി ലൈറ്റ് ഓൺ ആകും. ലൈറ്റ്സിനോടൊപ്പം തന്നെ നമ്മുടെ കർട്ടനും അത് മൂവ് ആവും. ആ കർട്ടൻസ് തുറന്നാൽ പിന്നെ ആദ്യം കാണുന്നത് നമ്മുടെ ആ ഒരു ബ്ലൂ ഡീപ്പ് ഓഷനാണ്. ഒരു ഭയങ്കര സമാധാനമാണ് അത് നോക്കി നിൽക്കാൻ, ഒരു രക്ഷയില്ല. ഈ 4 ദിവസം കൊണ്ട് ഡീപ്പ് ബ്ലൂ അല്ലെങ്കിൽ ഓഷൻ ബ്ലൂ എൻ്റെ ഫേവററ്റ് കളറായി എന്ന് തന്നെ പറയാം. കുറച്ച് നേരം ഒന്നുമില്ലാതെ ആ നീല കടലും നോക്കി അങ്ങനെയും നിൽക്കാൻ തോന്നും. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അങ്ങനെ മനസ്സോടെ എഴുന്നേറ്റ് നമ്മൾ നേരെ പോയത് ദ ഗാലിയിലേക്കാണ്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ക്രൂസിലെ ഫുഡ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. ഇവിടെ നല്ല വെറൈറ്റി ബൊഫേ ആണ് നമുക്ക് കിട്ടുന്നത്. പലതരം ബ്രെഡ്സ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഓംലെറ്റ് കൗണ്ടർ, പിന്നെ പല രാജ്യങ്ങളിലെ വെറൈറ്റി ഡിഷസ് എല്ലാം കൂടെ കണ്ട എന്ത് കഴിക്കുമെന്ന് കൺഫ്യൂഷനായി പോകും. അത്രയ്ക്ക് വെറൈറ്റി ഓഫ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ക്രൂസിൽ മ്യൂസിക്കൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഈ ഷിപ്പിൽ ചിൽ വൈബ് ശരിക്കും മിസ് ചെയ്യുന്നു എന്ന് നമുക്കപ്പോൾ തോന്നും, ആ മ്യൂസിക്കൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത്. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇവൻറ്റ്, ബിമിനി ഐലൻഡ്. ഷിപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബഹമാസിലെ ബിമിനി ഐലൻഡിലേക്കാണ്. കുറേ പേര് എന്നോട് ചോദിച്ചു ബിമിനിയും ബഹമാസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ആക്ച്വലി ഈ ബഹമാസ് എന്ന് പറയുന്നത് കുറേ ഐലൻഡുകൾ ചേർന്ന് ഒരു രാജ്യമാണ്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ബിമിനി. മിയാമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ബഹാമിയൻ ഐലൻഡ് എന്ന് പറയുന്നത് ബിമിനിയാണ്. ഇവിടെ ഷിപ്പ് അടുക്കുന്നത് ഒരു ചെറിയ ഡോക്കിലാണ്. അവിടെ നിന്ന് ബീച്ചിലേക്ക് പോകാൻ നല്ല രസമുള്ള ചെറിയ ട്രാം സർവീസ് ഉണ്ട്. ഈ ട്രാം സർവീസിൽ നമ്മൾ നല്ല ഫണ്ണായിട്ട് ആ ഫുൾ ജേർണി പോകുന്നത്. ബിക്കോസ് ഗ്രൂപ്പായിട്ട് തന്നെയാണ്. പിന്നെ മോർണിംഗ് ആയതുകൊണ്ട് എല്ലാവരും നല്ല എനർജറ്റിക് വൈബിലാണ് ഉള്ളത്. ബിമിനിയിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സെയിം എല്ലാ ഐലൻഡിലും ഉള്ളതുപോലെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല ഷൈനി ഗ്ലാസ് പോലെ താഴെയുള്ള മണൽത്തരികളൊക്കെ നമുക്ക് മുന്നിൽ നന്നായിട്ട് കാണാം. പിന്നെ നമ്മൾ ഈ ട്രാമിൽ നിന്ന് നേരെ പോകുന്നത് വിർജിൻ വോയേജസ് നടത്തുന്ന അവരുടെ തന്നെ സ്വന്തം ബീച്ച് ക്ലബ് അറ്റ് ബിമിനിയിലാണ് നമ്മൾ പോകുന്നത്. ഈ വിർജിൻ വോയേജസ് എന്ന് പറയുന്ന ക്രൂസിലാണ് നമ്മൾ പോയത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അടിക്കാം, പിന്നെ സ്വിം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ ആ പൂളിൻ്റെ സൈഡിൽ ഇരുന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്ലോ ലീവിങ് അതിൻ്റെ ഫുൾ വൈബിൽ എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്. പിന്നെ അത് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് പീസ്ഫുൾ ആയിട്ടിരിക്കാം നമുക്ക്. പിന്നെ ചെറിയ ചെറിയ ഷോപ്സ് അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റിലാക്സ് ചെയ്ത് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഈവനിങ് കുറച്ച് വിഷമത്തോടു കൂടി തന്നെ ഞങ്ങൾ തിരിച്ച് ഷിപ്പിലേക്ക് കയറിയത്. ഇനി ഉള്ളതാണ് ഏറ്റവും കഷ്ടമുള്ള പണി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് പാക്കിങ്. പാക്കിംഗ് എന്ന് പറയുന്നത് ഒത്തിരി സമയം പോവുകയും ചെയ്യും, അത് നല്ല രീതിയിൽ ചെയ്യുകയും വേണം. ഈ 4 ദിവസം കൊണ്ട് ഈ റൂമും ഈ ഷിപ്പും നമ്മുടേതായി എന്ന്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമാണ് എന്ന് തോന്നുന്ന രീതിയിലൊക്കെ ആയിരിക്കും ആ റൂമിൻ്റെ കോലം. അതൊക്കെ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഓരോ സാധനങ്ങളും നമ്മൾ ബാഗിലേക്ക് എടുത്ത് വെക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തിലെ ഓരോരോ ഓർമ്മകൾ നമ്മുടെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. ജമൈക്കയിലെ വെള്ളച്ചാട്ടവും ഗ്രാൻഡ് കൈമനിലെ നീലക്കടലും പിന്നെ ആ ക്രേസി സ്കാർലറ്റ് നൈറ്റും എല്ലാം ഒരു സ്വപ്നം പോലെ നമുക്ക് തോന്നും. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ മ്യൂസിക്, ഒരു ചെറിയ പാർട്ടി, നമ്മുടെ നേരത്തെ പാർട്ടി നൈറ്റ് പോലെയല്ല, എല്ലാവരും കൂടി ചേർന്നൊരു ചെറിയൊരു പാർട്ടി വൈബ്.
പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ തിരിച്ച് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് എല്ലാം നോക്കി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ, നമ്മൾ ചാർജറൊക്കെ എടുക്കണം, സോ അതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടോ. പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ അവർ വരും, അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്യുക. അങ്ങനെ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഓരോരോ ഗസ്റ്റിൻ്റെ റൂം ക്ലീൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഈ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് അവർ റൂം സർവീസ് വന്നിട്ട് അവരത് ക്ലീൻ ചെയ്യും. അങ്ങനെ പിന്നെ ഇറങ്ങുന്നതിന് മുന്നേ അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്നുള്ളവർക്ക് കഴിക്കാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട്, അത് നമ്മുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയത് നമ്മുടെ മിയാമി പോർട്ടിലാണ് ഇത് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തി. ചെക്കൗട്ട് പ്രോസസ്സൊക്കെ വളരെ സിമ്പിളായിരുന്നു. ബാഗ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ നമുക്കൊരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ തോന്നും. കുറേ നല്ല മെമ്മറീസ്, നല്ല ഫുഡും നല്ല പുതിയ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയ ഒരു ട്രിപ്പായിരുന്നു ഇത്. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ 4 days എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഓരോ ഐലൻഡിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈം എന്ന് പറയുന്നത് കുറച്ച് ഷോർട്ടായിട്ട് തോന്നി. ബിക്കോസ് നമ്മൾ എത്തി ഒരു ഫുൾ ഡേ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഈവനിങ് തിരിച്ചു വരുന്നു. അതാണ് നമ്മുടെ ആ ഒരു പ്ലാൻ. സോ അതുകൊണ്ട് തന്നെ ഒരു ഐലൻഡിൽ നമ്മൾ ഒരു സ്പോട്ട് മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫുൾ ഐലൻഡ് കവർ ചെയ്യാൻ അങ്ങനെ പറ്റിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ് തന്നെയാണ്, നമ്മൾ എൻജോയ് ചെയ്യണം. ഒത്തിരി നല്ല വ്യൂസൊക്കെ നമുക്ക് ഈ ട്രിപ്പിലൂടെ കാണാൻ പറ്റി. അതിപ്പോൾ സൺറൈസ് ആവട്ടെ, സൺസെറ്റ് ആവട്ടെ, പിന്നെ ഓഷ്യൻ, അങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ വ്യൂസ് ഇപ്പോഴും മനസ്സിലുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ക്രൂസ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. പിന്നെ ഈ ക്രൂസ് ജേർണി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് ട്രാവൽ ഹാക്സ്, പിന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ്, പിന്നെ നമുക്ക് എങ്ങനെ ടിക്കറ്റ് ഡീൽസിൽ നമുക്ക് കിട്ടും, അങ്ങനെ കുറച്ച് ഹാക്സൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കൂ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ഞെക്കി സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗായിട്ട് ചെയ്തതാണ്. സോ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയും വീഡിയോസൊക്കെ കുറച്ച് അൺക്ലിയർ ആയിട്ട് തോന്നിയിരിക്കാം. കുറേ വീഡിയോസ് മിസ്സായി. പിന്നെ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല, ബട്ട് കുറേ വീഡിയോസ് എടുത്തപ്പോഴത്തേക്കും ഇങ്ങനൊരു ഐഡിയ വന്ന് അപ്ലോഡ് ചെയ്തതാണ്. ഹോപ്പ് യു ഗൈസ് ഗോട്ട് എൻ ഗുഡ് ഇൻഫർമേഷൻ ഫ്രം ദിസ്. ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട്, അതും നിങ്ങൾ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ വാച്ച് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. പുതിയൊരു യാത്രയും നമ്മുടെ കുറച്ച് വർക്ക് ലൈഫ് റിലേറ്റ് ചെയ്ത ട്രിപ്സ്, ട്രാവൽ മൊമെൻറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അഡിയോസ് അമീഗോസ്.